അഭിഭാഷകരും SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. വിദ്യാർത്ഥികളുടെ പരാതിയിൽ 10 അഭിഭാഷകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. SFI നേതാക്കൾ അഭിഭാഷകരെ വടിയും മാരകായുധങ്ങളും ഉപയോഗിച്ച് മർദ്ദിച്ചതായും FIR-ൽ പറയുന്നു. കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, എന്തൊക്കെയാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്? SFI വിദ്യാർത്ഥികളും എറണാകുളം ബാർ അസോസിയേഷനിലെ അഭിഭാഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഇപ്പോൾ പുതിയതായിട്ട് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, പോലീസിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് 10ഓളം പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ വിദ്യാർത്ഥികളും അഭിഭാഷകരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ കണ്ടാൽ തിരിച്ചറിയാവുന്ന തരത്തിലുള്ള 10 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. കൂടാതെ തന്നെ അഭിഭാഷകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് 10 SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളെ പ്രതി ചേർത്തുകൊണ്ടും കേസെടുത്തിട്ടുണ്ട്. ഇവർ അഭിഭാഷകരെ മർദ്ദിച്ചു, ഈ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, മാരകായുധം ഉപയോഗിച്ചതിനും വധശ്രമത്തിനും സംഘം ചേരലിനും കൃത്യനിർവഹണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഏതായാലും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ ഈ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ ASIയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ആണ് ഈ 10 പേർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. ഇതിലാരെയും തന്നെ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ടാൽ തിരിച്ചറിയാവുന്ന ആളുകൾ എന്ന് മാത്രമാണ് FIR-ൽ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ അഭിഭാഷകരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അനു.